ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷം ഭരണപക്ഷത്തെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ എന്ന് മാത്രമല്ല ഇഷ്ക്രു എന്നും കൂടി എഴുതിച്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ച. ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അഡ്ജോൺമെന്റ് മോഷൻ, അതിനു നൽകിയ നോട്ടീസ്, അതിന്മേലുണ്ടായ വാക്കുതർക്കം, അതിനൊടുവിൽ ഭരണപക്ഷത്തിന് ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ വാലും ചുരുട്ടി സഭ നിർത്തിവെച്ച് പോകേണ്ടി വന്നു. രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഖറിനും നമ്മുടെ സ്പീക്കർ ഓം ബിർളയ്ക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് പഴയ കാലത്തേതുപോലെ ഇന്ത്യൻ പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പുറത്താക്കിയുമൊക്കെ. അങ്ങനെ നിർബാധം ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ സർക്കാരിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സഭ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പാരമ്പര്യമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിന് നടക്കാൻ പോകുന്നില്ല എന്ന് ഈ രണ്ട് സഭാധ്യക്ഷന്മാർക്കും അധ്യക്ഷ മഹോദയമാർക്കും വെള്ളിയാഴ്ച മനസ്സിലായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഴയ പ്രതിപക്ഷമല്ല ഇന്നത്തെ പ്രതിപക്ഷം. അതിനൊരു നേതാവുണ്ട്. അത് കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ പദം വന്ന് ഒരു ഒന്നാം തരം ദേശീയ നേതാവായി മാറിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഒന്നിച്ച് ഈ സർക്കാരിനെ, അവരുടെ ദുഷ്ചെയ്തികളെ എതിർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ശങ്കുലിനാദമാണ് പാർലമെന്റിൽ മുഴങ്ങിയത്. അജണ്ട പ്രകാരം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം, അത് സംബന്ധിച്ച ചർച്ചയാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് നടക്കുന്നതിന് മുമ്പ് രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രശ്നം സഭയുടെ മുന്നിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നു. ഇരുസഭകളിലും അതിനു വേണ്ട നോട്ടീസുകൾ നൽകിയിരുന്നു. ലോക്സഭയിൽ നമ്മുടെ KC വേണുഗോപാൽ അടക്കമുള്ള, രാജ്യസഭയിൽ എളമരം കരീം, വഹാബ് എന്നിവരടക്കമുള്ള അംഗങ്ങൾ നൽകിയ നോട്ടീസാണ്. അതായത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാപകമായ ക്രമക്കേടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികൾ, നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കാഭരിതരാണ്, ഉത്കണ്ഠാകുലരാണ്. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. അതിനുശേഷം നമുക്ക് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്മേൽ ചർച്ച നടത്താം എന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു വാദം. ഭരണപക്ഷമോ സർക്കാരോ ഇത്തരം ഒരു ആവശ്യത്തെ എതിർക്കുന്നത് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിന്മേൽ ചർച്ച നടന്നാൽ കഴിഞ്ഞ ടേമിലെ വിദ്യാഭ്യാസ മന്ത്രിയും BJPയും ഭരണകക്ഷിയും ഒക്കെയാണ് പ്രതികൂട്ടിലാവുക. അതുകൊണ്ട് അത്തരത്തിലൊരു ചർച്ച ഉണ്ടാവാതിരിക്കാൻ അവർ ശ്രമിക്കും. പക്ഷെ ഇവിടെ ഈ നോട്ടീസ് സഭാതലത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ എതിർത്തത്, അല്ലെങ്കിൽ ആ ചർച്ച എന്ന ആവശ്യം നിരാകരിച്ചത് രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഖറും ഒപ്പം ഓം ബിർളയുമാണ്. അതാണ് സംഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ ഈ അടിയന്തര പ്രമേയം, കേരളത്തിൽ അതിന് പറയുന്നത് അടിയന്തര വിഷയങ്ങളിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഉപക്ഷേപം എന്നാണ്. പൊതുവായിട്ട് നിലവിൽ വന്ന ഒരു പ്രയോഗമാണത്. ഇത്തരം പ്രമേയങ്ങള് നിയമസഭയിലേതുപോലെ ലോക്സഭയിൽ അതൊരു സാധാരണ കാര്യമല്ല. അങ്ങനെ ഒരു നോട്ടീസൊക്കെ വന്നാൽ സാധാരണ സ്പീക്കർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് തന്നെ നോട്ടീസ് നൽകിയ ആളിനെ വിളിച്ച് അത് തീർപ്പാക്കുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ, അഡ്ജോൺമെന്റ് മോഷനുള്ള നോട്ടീസുകൾ സഭയിലേക്ക് വരിക. അത് വിഷയത്തിന്റെ പ്രാധാന്യം അനുസരിച്ചാണ്. വെള്ളിയാഴ്ച ഈ വിഷയം, നീറ്റ് വിഷയം കൊണ്ടുവരാൻ തന്നെ കാര്യം ആ വിഷയത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന പ്രാധാന്യമാണ്. അത് എത്രത്തോളം സുപ്രധാനമാണ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിടുന്ന, അവർ വളരെ ഭയാശങ്കയിലായിരിക്കുന്ന ഒരു വിഷയം, അത് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. വേണമെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം 1-2 ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. വെള്ളിയാഴ്ച ഈ ചർച്ച നടത്തിയാൽ, ഈ ചർച്ച വെറുതെ നടത്തുകയല്ല, അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവണം. വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്ന എന്തെങ്കിലും നടപടികൾ സഭയിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണല്ലോ ഈ ചർച്ചയൊക്കെ
നടത്തുന്നത്. അത് വെള്ളിയാഴ്ച നടത്തുകയും നന്ദി പ്രമേയ ചർച്ച തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നെങ്കിൽ യാതൊരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. ഈ രാജ്യം ഇടിഞ്ഞു വീടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ യുദ്ധം ആരംഭിക്കുകയോ അതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള വലിയ അടിയന്തര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുക എന്ന ഉത്തരവാദിത്വം സർക്കാർ നടപ്പാക്കിയാൽ മതിയായിരുന്നു. ഇത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പ്രമേയമായിരുന്നില്ല കേട്ടോ. ഇത് രാജ്യത്തെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ് ഈ വിഷയം അവതരിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇത് ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു ക്രമക്കേട്, നീറ്റ് പരീക്ഷയിൽ ഒരു വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ ആശങ്കാഭരിതരാണ്, അവർക്ക് ഉത്കണ്ഠയുണ്ട്. അത് അവരുടെ ഉത്കണ്ഠ പരിഹരിക്കും എന്ന കാര്യത്തിൽ പാർലമെന്റ് ഒന്നടങ്കം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒന്നടങ്കം അതിനുവേണ്ടി പ്രയത്നിക്കും എന്നൊരു സന്ദേശം രാജ്യത്തിന് നൽകുക, വിദ്യാർത്ഥികൾക്ക് നൽകുക. അതിനാണ് ഈ ചർച്ച എന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്തെങ്കിലും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നില്ല. പക്ഷെ അത് അംഗീകരിക്കാൻ പോലും ലോക്സഭയിൽ സ്പീക്കറോ രാജ്യസഭയിൽ ചെയർമാനോ തയ്യാറായില്ല. ലോക്സഭയിൽ എന്താണ് സംഭവിച്ചത്? രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പീക്കറെ മൈക്ക് ഓഫ് ചെയ്യുക ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്, ഒരു സ്ഥിരം വിനോദ ഉപാധിയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്, ഓം ബിർളയെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു പരാതി അദ്ദേഹം അംഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ കാര്യം ഒരു പ്രതിഷേധ വിഷയമായി മാറിയപ്പോൾ സ്പീക്കർ എന്താ പറഞ്ഞത്? ഈ മൈക്ക് ഓൺ ചെയ്യുന്നതിന്റെ ഓഫ് ചെയ്യുന്നതിന്റെ ഒന്നും ബട്ടൺ അതൊന്നും എന്റെ കയ്യിലല്ല ഇരിക്കുന്നെന്ന്. ആണ് സാർ, അങ്ങയുടെ കൈവശം തന്നെയാണ്, അങ്ങായിരിക്കില്ല അത് ഞെക്കുന്നത്. പക്ഷേ അങ്ങയുടെ നിർദ്ദേശം, അങ്ങ് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് മൈക്ക് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യുന്നത്. രാജ്യസഭയിലും വലിയ ശബ്ദ കോലാഹലമുണ്ടായി. നമ്മുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ 10 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരത്തിന് വേണ്ടി ധൻഖറോട് യാചിച്ചു. പക്ഷേ ഈ ധൻഖർ മല്ലികാർജുനെ പോലൊരു സീനിയർ നേതാവ്, അത് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ നേതാവാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നതായി പോലും അല്ലെങ്കിൽ കണ്ടഭാവം പോലും നടിച്ചില്ല. അപ്പോ ഖാർഗെ ആ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അതൊരു അസാധാരണ നടപടിയാണ്, സഭയിലെ പ്രതിപക്ഷ നേതാവ് വെല്ലിലേക്ക് അല്ലെങ്കിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങുക എന്നത്. അപ്പൊ അദ്ദേഹം, ധൻഖർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ അപരാധമായി പോയി ഖാർഗെ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് നടുത്തളത്തിൽ ഇറങ്ങുകയോ? ഇത് കളങ്കിതമായ ഒരു ദിവസമാണ് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം. ഇതാരാണ് പറയുന്നത്? ജഗദീപ് ധൻഖർ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി മമതാ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ ട്വിറ്റർ ഉപയോഗിച്ച് മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും വിമർശിക്കുകയും അതിനിശ്ചിതമായ വാക്കുകളിൽ തന്നെ അദ്ദേഹം ഗവൺമെന്റുമായിട്ട് കൊമ്പ് കോർക്കുകയും ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജിക്ക് അവസാനം ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം എന്ന് വരെ പറയേണ്ടി വന്നു. ആ പാരമ്പര്യമുള്ള ഗവർണർ എന്ന നിലയിൽ ഇത്തരത്തിൽ പാരമ്പര്യമുള്ള ഒരാളാണ്, ഒരു മഹാനുഭാവനാണ് ഖാർഗെയെ ജനാധിപത്യ മര്യാദകളും പാർലമെന്ററി ചട്ടങ്ങളും മര്യാദകളും പരിശീലിപ്പിക്കാൻ വരുന്നത് എന്നത് വളരെ രസകരമായ കാര്യമാണ്. കീഴ്വഴക്കത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസുകളെ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും ഒക്കെ തള്ളിക്കളഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്കണം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി, അതായത് ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന കീഴ്വഴക്കം പാലിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നിർബന്ധിതമാക്കിയ ഒരു സർക്കാരാ. അവരാണ് ഇപ്പോഴ് ഇക്കാര്യത്തിൽ കീഴ്വഴക്കം പറയുന്നത്. അതായത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് മറ്റൊന്നും നടത്താനാവില്ല, നടത്താൻ പറ്റില്ല എന്നൊരു കീഴ്വഴക്കം. സാധാരണഗതിയിൽ ശരിയാ. ഈ രാഷ്ട്രപതി പ്രസംഗിക്കുന്നു,
നന്ദി പ്രമേയം വരുന്നു, അത് ചർച്ച ചെയ്യുന്നു, അത് അങ്ങനെ സ്വാഭാവികമായിട്ട് പോകുന്നതാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ വരികയാണെങ്കിൽ ഇതൊക്കെ നിർത്തിവെക്കാവുന്നതേ ഉള്ളൂ. ഈ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തണം എന്ന ഒരു രീതി അതൊരു മാൻഡേറ്ററി അല്ല സർ. അത് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു ബാധ്യതയല്ല. അതൊരു കീഴ്വഴക്കം, ആചാരം എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രപതി പ്രസംഗിക്കുന്നു, അതിനൊരു നന്ദി പറയുന്നു, ഒരു നല്ല നമസ്കാരം പറയുന്നു, അതൊരു മര്യാദ. 1996 വാജ്പേയി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായ സമയത്ത് 10 ദിവസം മാത്രമാണ് ആ സർക്കാർ നീണ്ടു നിന്നത്. അദ്ദേഹത്തിന് നന്ദി പ്രമേയം കൊണ്ടുവരാനോ അത് പാസ്സാക്കാനോ കഴിഞ്ഞില്ല. പിന്നീട് വന്ന ദേവഗൌഡ സർക്കാർ ആ നന്ദി പ്രമേയത്തെ കുറിച്ച് ആലോചിച്ചു പോലുമില്ല. അതുപോലെ 1977 ഗുജറാത്തിൽ മാധവ് സിംഗ് സോളാങ്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. ഗവർണർ പ്രസംഗിച്ചു, നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തീയതി നിശ്ചയിച്ചു. പക്ഷെ അതിനു മുമ്പായിട്ട് സോളാങ്കി സർക്കാർ തന്നെ താഴെ പോയി. പിന്നീട് ചിമൻഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഗവൺമെന്റ് വന്നത്. പക്ഷേ ചിമൻഭായ് പട്ടേല് നേരത്തെ നടന്ന ഗവർണറുടെ പ്രസംഗത്തെ പറ്റി ആലോചിക്കുകയോ ഒരു നന്ദി പ്രമേയം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. നന്ദി പറയാതെ ആ പ്രസംഗം അങ്ങനെ പോയി. ഇതൊക്കെ കീഴ്വഴക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു, പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം, അതിന്മേലുള്ള നന്ദി പ്രമേയം. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ കേരള നിയമസഭയിൽ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗവർണറുടെ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് പ്രോടൈം സ്പീക്കറുടെ അധ്യക്ഷതയിൽ ഫൈനാൻഷ്യൽ ബിസിനസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കീഴ്വഴക്കം എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. മറ്റൊരു തൊഴിന്യായം സ്പീക്കറും രാജ്യസഭാ ചെയർമാനും പറഞ്ഞത്, ചേടാ ഇവിടെ നമ്മൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയം ചർച്ച ചെയ്യുകയാണല്ലോ, അപ്പോൾ ഇതൊക്കെ പറയാം, നീറ്റ് പറയാം, എന്തിനെ പറ്റി വേണമെങ്കിലും പറയാം, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം, അന്നേരം അങ്ങ് സംസാരിച്ചാൽ പോരെ. എന്തോ ഒരു ഔദാര്യമാണ് നമ്മുടെ സ്പീക്കറുടെയും രാജ്യസഭാ ചെയർമാന്റെയും. എന്താ അപകാസ്യമാണ് ഈ നിലപാട്? നന്ദി പ്രമേയ ചർച്ചയിൽ പറയുന്നത് പോലാണോ ഈ നീറ്റ് വിഷയം ചർച്ച ചെയ്യേണ്ടത്? അതൊരു പ്രത്യേക വിഷയമായിട്ട് വരേണ്ടതാണ്. അത് നന്ദി പ്രമേയത്തിൽ നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ കൂഴച്ചക്ക കുഴയുന്നത് പോലെ കിടന്ന് കുഴയേണ്ട ഒരു കാര്യമല്ല. അത് വേറെ ചർച്ച ചെയ്ത് അതിന്മേൽ തീരുമാനമുണ്ടാവണം, അതിന് മറുപടി പറയണം. നന്ദി പ്രമേയം സംബന്ധിച്ച് നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കൊന്നും എല്ലാറ്റിനും മറുപടി കിട്ടണമെന്നില്ല. നീറ്റ് വേണമെങ്കിൽ മറുപടി പറയാതെ പോകാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ മറുപടി വേണ്ട ഒരു ചർച്ചയാണ് പ്രതിപക്ഷം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അവർ അതിശക്തമായിട്ട് അതിനുവേണ്ടി ശബ്ദമുയർത്തിയത്. ജഗദീപ് ധൻഖറയും ബിർളയെയും എത്രമാത്രം ദൂരക്കാഴ്ചയോടുകൂടിയാണ് BJP ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്കും കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപരാഷ്ട്രപതി എന്ന നിലയിലാണ് ധൻഖർ രാജ്യസഭയുടെ ചെയർമാനാവുന്നത്, രാജ്യസഭയുടെ അധ്യക്ഷനാവുന്നത്. സാധാരണഗതിയിൽ രാജ്യസഭാ അധ്യക്ഷന്മാര്, അതായത് ഉപരാഷ്ട്രപതിമാര്, ചോദ്യോത്തര വേള കഴിഞ്ഞാൽ പിന്നെ സഭയിലെ നടപടികളിൽ അങ്ങനെ പങ്കെടുക്കാറില്ല. പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ചെയ്യാറില്ല. കിഷൻകാന്ത് ഉപരാഷ്ട്രപതി ആയപ്പോഴാണ് അതിനൊരു മാറ്റം വന്നു. കിഷൻകാന്ത് ചോദ്യോത്തരം കഴിഞ്ഞാലും സഭാ നടപടികളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും സഭ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. ഇപ്പോൾ ധൻഖറും അത് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് BJPക്ക് വേണ്ടത്, സർക്കാരിന് വേണ്ടത്. നമ്മുടെ വെങ്കയ്യ നായിഡു ആയിരുന്നു നേരത്തെ ഉപരാഷ്ട്രപതി. അദ്ദേഹം വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. ഈ ഉപരാഷ്ട്രപതി സ്ഥാനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് മറ്റൊരാൾ വേണം എന്ന് വിചാരിച്ചതിന്റെയും കരുതിയതിന്റെയും ഫലമായിട്ടാണ് ധൻഖർ ബംഗാളിൽ ഗവർണർ ആയിരിക്കെ ഇവിടെ വന്നിട്ട് ഉപരാഷ്ട്രപതി ആവുന്നത്. ബംഗാളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം BJP സർക്കാർ കണ്ടതാ. വാസ്തവത്തിൽ അദ്ദേഹം ഇങ്ങനെ RSS ശാഖയിൽ പോയി കാക്കിയിട്ട് അല്ലെങ്കിൽ ദണ്ട് പിടിച്ച് അങ്ങനെയൊന്നും കടന്നു വന്ന ഒരാളല്ല. പക്ഷെ അത്തരക്കാരേക്കാൾ BJPയോട് യജമാന സ്നേഹം കാണിച്ചിരുന്ന ഒരു ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ പാരമ്പര്യം ആദ്യം ജനതാദളാണ്, പിന്നീട് കോൺഗ്രസ് ആണ്, പിന്നീടാണ് BJP. പക്ഷേ ഗവർണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മമതാ ബാനർജിയെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്ന പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം സ്വാമിയേക്കാൾ സ്വാമി ഭക്തിയുള്ള ഒരാളാണെന്ന് തെളിയിക്കുകയും അങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് വരികയും ചെയ്ത. വാസ്തവത്തിൽ നമ്മുടെ രണ്ടാമത്തെ പ്രഥമ പൗരനാണ്
അദ്ദേഹത്തിന് ഈ ചെയർമാൻ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞത് സദാസമയം ഇവിടെ വന്നിരുന്ന് ഈ അംഗങ്ങളോട് മല്ലയുദ്ധം നടത്തുന്നത്, വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം നടത്തുന്നത് എത്രത്തോളം ഉചിതമാണ്, ഔചിത്യപൂർണമാണ് എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെയാണ് ഓം ബിർള. രാജ്യത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല അദ്ദേഹത്തിന് പ്രധാനം. ഒറ്റ ഉദാഹരണം പറയാം. 2023 ഡിസംബറിൽ ഒരു സംഘം ആളുകള് ലോക്സഭയുടെ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും മറികടന്ന് ഭേദിച്ചുകൊണ്ട് സഭയിൽ വന്നു. സഭയുടെ സുരക്ഷയ്ക്ക്, അതിലെ അംഗങ്ങളുടെ സുരക്ഷിതത്വത്തിന്, അല്ലെങ്കിൽ സഭയുടെ പരിപാവനത്വത്തിന്, അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ പ്രതിഷേധക്കാർ സഭയിലേക്ക് വന്നത്. അതിന്റെ ഉത്തരവാദി സ്പീക്കറാ. ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അതൊരു ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ സുരക്ഷാ ലംഘനത്തിനെതിരായിട്ട് വളരെ രാജ്യത്തിനെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. പക്ഷെ അതേപ്പറ്റി ചർച്ച നടത്താൻ അദ്ദേഹം സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അത് ആവശ്യപ്പെട്ട 100 അംഗങ്ങളെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു റെക്കോർഡിന് ഉടമയാവുകയും ചെയ്തു. ഈ ചക്കിക്കൊത്ത ചങ്കരന്മാരായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. പക്ഷെ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കാം, പഴയതുപോലെ നടക്കില്ല അധ്യക്ഷ മഹോദയ. ഇവിടെ കാര്യങ്ങളൊക്കെ മാറി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം, ഭരണകക്ഷിയുടെ ഇഷ്ടപ്രകാരം സഭയെ കൊണ്ടുപോകാനാണ് പരിപാടിയെങ്കിൽ ആ പരിപാടി ഇനി നടക്കില്ല എന്ന് ഇന്നലെ വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകിയിരിക്കുകയാണ് പുതിയ പ്രതിപക്ഷം. നിങ്ങൾക്ക് ആളുകളെ പേടിപ്പിക്കാം, ഭീഷണിപ്പെടുത്താം, പുറത്താക്കാം, മൈക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളായ പ്രതിപക്ഷം ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഓരോ നടപടികളെയും ഓരോ നിമിഷവും പാർലമെന്റിൽ ചെറുത്തുകൊണ്ടേയിരിക്കും.